ശ്രീ കെ എം ആന്റണി, പോലീസ് ഇപ്പോൾ തിരച്ചിൽ തുടങ്ങിയിട്ട് 9 ദിവസമായി. ഈ കേസ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പൊതുമധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ ജനം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരു അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. അന്ന് മൊഴി നൽകിയില്ല. പക്ഷെ പിന്നീട് ഇവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളുണ്ട്. ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിനാകുമല്ലോ. ഇനി പരാതി നൽകിയ ശേഷവും ആ തരത്തിലുള്ള നീക്കങ്ങളാകാമല്ലോ. അതൊന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ 10ാം ദിവസത്തിലെത്തുമ്പോഴും ഒരു നടപടിയുമില്ല. അപ്പോൾ ഒരു കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നു, മറ്റൊരു കോടതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുമില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. കോടതിയിൽ വരുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ സാഹചര്യം നോക്കിയാൽ പോലീസ് എന്തിനാണ് മുടങ്ങിയത്? എന്നിട്ട് പുറത്തേക്ക് വലിയ തിരച്ചിലേക്ക് തീങ്ങിയിരിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശ്രീ കെ എം ആന്റണി. സ്മൃതി, ഈ പറഞ്ഞ കാര്യം അതിന് വ്യക്തമായിട്ട് ചില കാരണങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു 3 മാസമായിട്ട് പൊതുമണ്ഡലത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏതാനും യുവതികളുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംഗിക ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അയാളെ പോലീസിന് സർവേലൻസ് നിർത്തുവാനോ അല്ലെങ്കിൽ നാളെ ഇയാളുടെ പേരിൽ ഒരു കേസ് വരുമെന്ന് കരുതി അയാളെ പിടിച്ചു നിർത്തുവാനോ പോലീസിന് സാധിക്കില്ല. അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, അതിന് മറുപുറമായിട്ട് ഞാൻ പറയാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇയാൾ എങ്ങനെ സുരക്ഷിതമായിട്ട് ഒളിവിൽ ഇത്രയും നാൾ 10 ദിവസമായിട്ട് കേരള പോലീസിന് പിടിക്കാൻ പറ്റാത്ത ആ രീതിയിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം. അതായത് ഈ പൊതുമണ്ഡലത്തിൽ 3 മാസം മുമ്പ് ഉയർന്ന ഒരു വിഷയത്തിൽ ഒരു MLA ആയിട്ടുള്ള അത്യാവശ്യം അല്ലെങ്കിൽ നല്ല രീതിയിൽ ബന്ധങ്ങളും സ്വാധീനവുമുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം വരുന്ന മുറയ്ക്ക് തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കേസ് വരികയാണെങ്കിൽ എങ്ങനെ ഒളിവിൽ പോകണം, എങ്ങനെ അതിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ പ്ലാനിങ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഉണ്ടായിരിക്കുമെന്നുള്ളതും കൂടെ നമ്മൾ കരുതണം. ഇപ്പോൾ മുമ്പ് പറഞ്ഞു ഈ കർണാടകത്തിൽ ഏതോ കോൺഗ്രസ് ബന്ധമുള്ള ഒരു അഭിഭാഷകയുടെ സംരക്ഷണയിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ വ്യക്തമായിട്ട് കിട്ടിയാൽ കേരള പോലീസ് മടിച്ചിരിക്കുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ അത് കോടതി അറസ്റ്റ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പോലീസിൽ നിന്ന് വിവരങ്ങൾ കൃത്യമായി അഭിഭാഷകയിലേക്ക് എത്തുന്നു കൂടിയാണത്രേ. ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഈ അഭിഭാഷകയുടെ പക്കൽ ഈ പ്രതി ഉണ്ട് എങ്കിൽ പോയി അവിടെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താനും പറ്റും. ഞാൻ പറയുന്നത് അത് തെറ്റായ വിവരങ്ങൾ നൽകുന്നു, അന്വേഷണത്തെ വഴിതെറ്റിപ്പിക്കാനും മാധ്യമ ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ഇയാൾ കർണാടകത്തിൽ ഉണ്ട് എന്ന് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരുമാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലോ ആണെന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ആവണമെന്നില്ല. നമ്മൾ പറയും പോലെ ഒളിവിൽ പോയ ഇതേ രീതിയിലുള്ള ഇത്രമാത്രം സ്വാധീനവും ശേഷിയും നിയമസഹായത്തിന് ശേഷിയുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പല സ്ഥലങ്ങളിൽ ഒളിവിൽ പാർക്കേണ്ട കാര്യമില്ല. ഒറ്റ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് മാത്രം പുറത്തിറങ്ങി വരേണ്ട സാഹചര്യമേ ഉള്ളൂ. അതല്ലെങ്കിൽ അത് അവിടെ ജാമ്യം കിട്ടുന്നത് വരെ തുടരാനുള്ള സംവിധാനം സജ്ജീകരിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള ആളാണ്. ഇയാളൊരു MLA ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രമുഖ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സാധാരണ പ്രതിയെ പറ്റി കണക്ക് കൂട്ടുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയെ കണക്കാക്കാൻ പറ്റില്ല. കേരള പോലീസിന് എന്തിനവിടെ ഒളിച്ചു കളിക്കണം? രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നിപ്പം അറസ്റ്റ് 15-ാം തീയതി വരെ, അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അറസ്റ്റ് വേണ്ട, അല്ലെ അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല. പക്ഷേ കേസ് മറ്റന്നാൾ തിങ്കളാഴ്ചത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ടിലും കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ അറസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ്, 2 കേസുകളിലാണ്. നമുക്ക് ഈ കേസിൻ്റെ ഒരേ വ്യക്തിയെ തന്നെയാണ്
ഉയർന്ന കോടതി ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പീരീഡ് കാലാവധി പറഞ്ഞ് വെച്ചിട്ടുണ്ട് എങ്കിൽ കെ. ആന്റണി, അത് ഇന്നലെയല്ലേ? 2 ദിവസം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ശ്രമിക്കാൻ ഇന്നലെയും ഇന്നുമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയിലെത്തിയ കാര്യങ്ങൾ. അതുവരെയുള്ള ദിവസങ്ങളോ? അതുവരെയുള്ള ദിവസങ്ങളിൽ പോലീസ് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചുവെന്ന് അല്ലെങ്കിൽ ശ്രമിച്ചുവെന്ന് തന്നെ പറയാൻ പറ്റൂ. ആ ഒളിവിൽ പോകുന്ന പ്രതിയുടെ കഴിവും അതുപോലെ തന്നെ പോലീസിൻ്റെ ശേഷിയും ഇത് തമ്മിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണല്ലോ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ പ്രതി എവിടെ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യും പോലെ അല്ല പോലീസിൻ്റെ അന്വേഷണം. വെറും കോൾ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു ടവർ ലൊക്കേഷനോ മാത്രം ആശ്രയിച്ചുമല്ല. ഇത് പല രീതിയിൽ ഇയാളോടൊപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് രഹസ്യമായിട്ട് ഇൻഫർമേഷൻ വാങ്ങി മറ്റുമാണ് ഇത് അന്വേഷിക്കുന്നത്. ഒരു പ്രതിയെ പിടിക്കുന്നതിന് പല രീതിയിലുള്ള വഴികൾ പോലീസ് തേടും. അപ്പോൾ അതിൽ എല്ലാം ഏത് രീതിയിലും പിടികൂടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കേരളത്തിൽ ഏതായാലും കേരളത്തിനുള്ളിൽ ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെ എൻ്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അയാൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഒളിവിൽ താമസിക്കുന്നത്. കർണാടകത്തിനേക്കാൾ കൂടുതൽ ഒളിവിൽ താമസിക്കാൻ സൗകര്യം ഒരു മലയാളിക്ക് തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട്ടിലാവുമ്പം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല, കാരണം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ബാംഗ്ലൂരിൽ സിറ്റിയിൽ ഒളിവിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ മാത്രമേ പറ്റൂ. ഒരു വാഹനത്തിൽ സഞ്ചരിക്കണം, CCTV ഉണ്ടാവാം, ഇനിയിപ്പോൾ ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ പോകാമെന്ന് വിചാരിക്കാം. ഏത് രീതിയിലാണെങ്കിലും അവർക്കതിനെ സംബന്ധിച്ചൊരു പ്ലാനിംഗ് ഉണ്ട്. ചെറുപ്പക്കാരാണ് ഇന്നുള്ള ഏത് നൂതന സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ഒളിവിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പെടാതിരിക്കാനുള്ള മുൻകരുതൽ നേരത്തെ തന്നെ ഈ 3 മാസത്തിന് മുമ്പ് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് മറ്റൊരു കേസിലൂടെ ജാമ്യത്തിനായി അപേക്ഷ കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് പോലീസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പോലീസിൻ്റെ ഇതിനു വേണ്ടിയുള്ള ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഊർജിതമായിട്ടുള്ള അന്വേഷണം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ 2 ദിവസത്തേക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറവായിരിക്കുമെന്നാണ്. കാരണം ഈ SITയുടെ നേതൃത്വത്തെയൊന്നും ആരും സംശയിക്കുന്നില്ല. SIT അവിടെ ഇപ്പോൾ 2ാമത്തെ കുട്ടിയുടെ മൊഴി എടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ മൊഴി കിട്ടാതിരിക്കുന്നത് SITക്ക് വലിയ സമ്മർദ്ദവുമാണ്. കാരണം മറ്റന്നാൾ കോടതിയിൽ റിപ്പോർട്ട് നൽകണം. അതല്ല ഞാൻ ചോദിച്ചത്. ഈ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ളതാകാം, അതല്ലെങ്കിൽ പോലീസിലെ മറ്റാരെങ്കിലും ആകാം ഇതിന്റെ ഈ നടപടികൾ കൃത്യമായി അറിയുന്ന. പോലീസിൽ നിന്ന് വിവരം അവിടേക്ക് കൊടുക്കുന്നുണ്ട്. ഈ പോലീസ് സംവിധാനം മുഴുവൻ ധാർമ്മികമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലതും പുറത്തേക്ക് പറയേണ്ടി വരും. ഇല്ല, ഞാൻ അങ്ങനെ പോലീസിൻ്റെ മൊത്തമായിട്ടുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുക്കുന്നൊന്നുമില്ല. ഇപ്പം ഈ SIT അല്ലെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നവരും തന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ഒറ്റിക്കൊടുത്താൽ പോലും അങ്ങനെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തീരുമാനമനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഒരു പോലീസ് ടീം മുന്നോട്ട് നീങ്ങുന്നത്. അത് ഒരു രീതിയിലല്ല, ഇൻ്റലിജൻസിൻ്റെ കളക്ഷനുണ്ട്, ഏതൊക്കെ രീതിയിലാവാമെന്നുള്ളതുണ്ട്. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും കേരള പോലീസിനെ കയറി സംശയിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കേസിൽ പിടികൂടാൻ പറ്റാത്തത് അത് പ്രതിയുടെ തന്നെ കഴിവാണ്, അല്ലെങ്കിൽ അയാളുടെ ആ പ്ലാനിങ്ങിലുള്ള അയാളെ ഇതിന് മുൻകരുതൽ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ്. അതിന് അയാൾക്കുള്ള ശക്തമായിട്ടുള്ള സഹായം പല രീതിയിലും, അത് രാഷ്ട്രീയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അയാൾക്ക് ഏത് രീതിയിലുള്ള സഹായം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 10 ദിവസം കൊണ്ട് പോലീസിന് പിടികൂടാൻ സാധിക്കാതെ വന്നത്. ഇനിയിപ്പോൾ നാളെ കൂടെ കരുതി കഴിഞ്ഞാൽ മറ്റന്നാൾ അയാളുടെ ജാമ്യ അപേക്ഷയിൽ ഒരു കേസിലൂടെ വിധി വരാൻ പോവുകയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ശരി, അതിനു മുൻപ് ആ മൊഴിയൊക്കെ എടുക്കേണ്ട ഒരു കാര്യം കൂടി SITക്ക് മുന്നിലുണ്ട്. Debate with Smriti Parathikkad.